ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ കുറച്ച് ദിവസമായി ഫ്രീലാൻസിങ് ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസ് എല്ലാം ഞാൻ ചെയ്തിട്ട്, പ്രത്യേകിച്ച് ഫൈവർ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോ. അപ്പോൾ ഒരു സമയം ഞാൻ കൂടുതലും ഫൈവർ വീഡിയോസായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ ആളുകൾക്ക് ബോറടിച്ചത് കാരണമാണ് ഞാൻ ചേഞ്ച് ചെയ്ത് അത് അഫിലിയേറ്റും CPA വീഡിയോസൊക്കെ ആയിട്ട് മാറ്റിയത്. എന്നിരുന്നാലും നമുക്ക് ഈ ക്രിസ്മസ് ന്യൂ ഇയർ ടൈമിൽ ഫൈവറിൽ നിന്ന് ഏൺ ചെയ്യാൻ പറ്റുന്നൊരു ട്രിക്കും അല്ലെങ്കിൽ ഒരു ഗിഗാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ആ ഗിഗ് എന്തെന്ന് വെച്ചാൽ ക്രിസ്മസ് കാർഡ് ക്രിയേഷനാണ്. നമ്മളിവിടെ സെർച്ച് ബോക്സിൽ ക്രിസ്മസ് കാർഡ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അത്യാവശ്യം ഒരുപാട് പേര് ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം വർക്കും ഇപ്പോൾ കിട്ടുന്നുണ്ട്. കാരണം ഈ ന്യൂ ഇയർ കഴിയുന്ന ടൈമും അല്ലെങ്കിൽ ന്യൂ ഇയർ കഴിഞ്ഞ് ഒരു 15 ദിവസത്തോളം നിങ്ങൾക്ക് ഈ ബേസ് ചെയ്തിട്ടുള്ള ഗിഗ് ഉണ്ടെങ്കിൽ വർക്ക് കിട്ടിക്കൊണ്ടിരിക്കും. പിന്നീട് നമുക്കത് ഡീആക്ടിവേറ്റോ അല്ലെങ്കിൽ പോസ് ചെയ്ത് വെക്കാം. പിന്നീട് അടുത്ത വർഷം വീണ്ടും റീആക്ടിവേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഈ ക്രിസ്മസ് ടൈമിനും അതുപോലെ തന്നെ ന്യൂ ഇയർ ടൈമിനും ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് കിട്ടുന്ന ഗിഗാണിത്. ഇതിപ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കിപ്പോൾ ഫോട്ടോഷോപ്പ് അറിയണമെന്നില്ല. നിങ്ങൾക്കിപ്പോൾ മൊബൈലിൽ വേണമെങ്കിലും ഇത് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോ പുതിയതായിട്ട് കാണുന്ന ആളുകൾ അല്ലെങ്കിൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളുണ്ടെങ്കിൽ ഈ ഫൈവറിൽ എങ്ങനെ നമുക്ക് ജോയിൻ ചെയ്യാം, അതിൽ ഗിഗ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെ കൊടുക്കാം മുതലായ കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് മൊത്തമായിട്ട് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ പിന്നും ചെയ്യുന്നുണ്ട്. നിങ്ങൾ കണ്ടു നോക്കുക. അപ്പോൾ ഇതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനെല്ലാം നമുക്കിപ്പോൾ ലാപ്ടോപ്പോ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പോ ആവശ്യമുണ്ട്. ആദ്യത്തെ പോലെ നമുക്കിപ്പോൾ മൊബൈലിൽ ഇതിൽ ഗിഗ് ക്രിയേഷൻ ഒന്നും നടക്കില്ല. അതുപോലെ തന്നെ ഒരു ഇംഗ്ലീഷ് ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ പുതിയതായിട്ട് കാണുന്ന ആളുകൾ, അതാണ് ഞാൻ പറഞ്ഞത്, ഇതിൻ്റെ വീഡിയോസ് എല്ലാം കാണുക. അതെല്ലാം ഓൾറെഡി ഇപ്പോൾ ചെയ്ത ആളുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഗിഗ് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ഈ കാണിച്ചു തരുന്ന സ്റ്റെപ്സ് ഫോളോ ചെയ്ത് ഗിഗ് ക്രിയേറ്റ് ചെയ്ത് ഇടാൻ സാധിക്കും. ഓക്കെ, ഇപ്പോൾ മൊബൈലിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർ വർക്ക് ചെയ്യാൻ പോകേണ്ടത് canva.com എന്ന് പറയുന്ന അല്ലെങ്കിൽ ക്യാൻവ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. അത് യൂസ് ചെയ്തിട്ട് അവർക്ക് വേണമെങ്കിൽ വർക്ക് ചെയ്യാം. ഇപ്പോൾ ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ ഡയറക്റ്റ് canva.comലേക്ക് പോവുക. അതിനുശേഷം ഇവിടെ സെർച്ച് ബോക്സിൽ ക്രിസ്മസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാം ക്രിസ്മസ് കാർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഓപ്ഷൻസ് വരും അതിൽ ഹോളിഡേ കാർഡോ അല്ലെങ്കിൽ ക്രിസ്മസ് താങ്ക് യു കാർഡ്, ഈ ഒരു കീവേഡ് വെച്ചിട്ടുള്ള ഓപ്ഷൻ ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. ഇവിടെ തന്നെ ഇപ്പോൾ 100 കണക്കിന് ക്രിസ്മസ് കാർഡുകൾ ഇതുപോലെ അവൈലബിൾ ആണ്. ഇതെല്ലാം ഇപ്പോൾ ഓൾറെഡി ചില ആളുകൾ ഫൈവറിൽ വിൽപ്പന നടത്തുന്നുണ്ട്. അത്യാവശ്യം നല്ല സെയിൽസ് എല്ലാം അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, ഇത് സീസണൽ വർക്കാണ്. സീസൺ ടൈമിൽ മാത്രം നമ്മളിത് ചെയ്താൽ മതി. ബാക്കിയുള്ള ടൈം നമുക്കത് പോസ്റ്റ് ചെയ്ത് വെക്കാം, ആ ഒരു ഗിഗ്. അപ്പോൾ ഞാനും ഇപ്പോൾ വീഡിയോ ക്രിയേഷനൊക്കെ ചെയ്യുമ്പോൾ ഈ സീസൺ ക്രിസ്മസ് ന്യൂ ഇയർ സീസൺ ആകുമ്പോൾ നമ്മൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും വീഡിയോസ് എല്ലാം ഇടാറുണ്ട്. നല്ല സെയിൽസൊക്കെ കിട്ടാറുണ്ട്. അതുപോലുള്ള വീഡിയോസും അതുപോലെ ഇത് ഗ്രാഫിക് എലമെൻ്റൊക്കെ ഇടുമ്പോൾ നല്ല സെയിൽസ് എന്തായാലും കിട്ടും. കാരണം US ക്രിസ്മസ് സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ പോലെ ഒന്നുമില്ല, ഭയങ്കര ആഘോഷമുള്ള രാജ്യങ്ങളാണ് US അതുപോലെ തന്നെ യൂറോപ്യൻ കൺട്രീസിലെല്ലാം. അപ്പോൾ അവരൊക്കെ തീർച്ചയായിട്ടും ഇതുപോലെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കാൻ ക്രിസ്മസ് കാർഡുകളൊക്കെ എന്തായാലും ഓർഡർ ചെയ്യും. ഒരു സാമ്പിളിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ക്രിസ്മസ് കാർഡ് ഇപ്പോൾ എടുത്തു നോക്കാം. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളായിട്ട് കോപ്പി പേസ്റ്റ് ജോബ് തന്നെയാണ്. ഏകദേശം 5 മിനിറ്റ് സ്പെൻഡ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ക്രിസ്മസ് കാർഡ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ അവർ തരുന്ന ഇമേജ് ഏതെങ്കിലും ഒരു ഫ്രണ്ടിൻ്റെ ഇമേജ് ആണെങ്കിൽ ജസ്റ്റ് ഇവിടെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഇമേജ് സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ സിസ്റ്റത്തിൽ നിന്ന് അപ്ലോഡ് ചെയ്യാം, ഇവിടെ നിന്നിട്ട് അപ്ലോഡ് ചെയ്യാം. അതുമല്ലെങ്കിൽ ഫോട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൺലൈൻ വഴി ഒരുപാട് ഫോട്ടോസ് അവൈലബിൾ ആണ്. നമുക്കിവിടെ വേണമെങ്കിൽ ക്രിസ്മസ് എന്നോ അല്ലെങ്കിൽ ഫാമിലി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതുപോലെ ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഈ ഇമേജ് മാറ്റിയിട്ട് ഇതിപ്പോൾ പെയ്ഡ് ഇമേജാണ്. അതാണ് ഈ ക്യാൻവയുടെ ഈ വാട്ടർമാർക്ക് കാണിക്കുന്നത്. നമുക്ക് ഫ്രീ ആയിട്ടുള്ള ഇതുപോലുള്ള ഇമേജ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ആ ഇമേജ് വരും. ഓക്കെ, ഇതുപോലെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക. ദെൻ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് സെൻഡ് ടു ബാക്ക് കൊടുക്കുക. ഓക്കെ, അതിൻ്റെ പുറകിൽ വന്നിട്ടുണ്ടാവും. ഈ ഒരു ഇമേജ് നമുക്ക് ആവശ്യമില്ല, അത് റിമൂവ് ചെയ്യാം. വീണ്ടും റൈറ്റ് ക്ലിക്ക് ചെയ്ത് ബ്രിങ് ടു ഫ്രണ്ട് കൊടുക്കുക. നമ്മൾ ഇഷ്ടാനുസരണം ഇതുപോലെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഒക്കെ ചെയ്ത് മാറ്റാൻ സാധിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ഇത്രയും ഭാഗം മതി എന്നുണ്ടെങ്കിൽ ഇത്രയും ഭാഗം നമുക്കിതുപോലെ ഡ്രാഗ് ചെയ്ത് മാറ്റാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു നിങ്ങളെ ക്ലയൻറ്റ് തരുന്ന ഇമേജ് ഇവിടെ വന്നിട്ടുണ്ടാവും. ഇനി അവർ തരുന്ന ടെക്സ്റ്റ്, ഇത് ഏകദേശം ഒരു മെസ്സേജ് അവർ തരും. അങ്ങനെയുണ്ടെങ്കിൽ ഈ ഒരു മെസ്സേജ് നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്തെടുക്കുക. ഇവിടെ ആ ക്ലയൻറ്റിൻ്റെ പേര്, അവർ പറയുന്ന പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതുപോലെ ക്രിസ്മസ് കാർഡ്സ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇതുപോലെ ഏത് കാർഡ് വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഇപ്പോൾ ഈ ഒരു കാർഡ് വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. സെയിം പ്രോസസ്സ് തന്നെയാണ്. ക്ലയൻറ്റ് തരുന്ന ഇമേജോ അല്ലെങ്കിൽ അവർ തരുന്ന ടെക്സ്റ്റ് ജസ്റ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്താൽ മാത്രം മതി. ഇപ്പോൾ ഇവിടെ മറ്റേതെങ്കിലും ടെക്സ്റ്റാണ് അവർ തന്നിരിക്കുന്നു എന്നുണ്ടെങ്കിൽ ഇവിടെ ടെക്സ്റ്റ് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുക.
ഇത്രയുള്ള പരിപാടി. അവർ തരുന്ന ടെക്സ്റ്റോ ഇമേജോ ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക. അപ്പോൾ 100 കണക്കിന് കാർഡുകൾ ഇതിൽ അവൈലബിൾ ആണ്. അതുമല്ലെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. അതിൽ മുഖേന നിങ്ങൾക്ക് ഇതുപോലെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ഈ എഡിറ്റ് ചെയ്ത ഈ ഒരു ഇമേജ് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡൗൺലോഡ് ബട്ടൺ പ്രസ് ചെയ്യുക. ഇപ്പോൾ PDF പ്രിൻ്റ് ക്വാളിറ്റിയിലാണ് ഇത് വരുന്നത്. കാരണം ഇപ്പോൾ ചില ആളുകൾ അവർ പ്രിൻ്റ് എടുത്തിട്ട് ഫ്രണ്ട്സിനൊക്കെ മെയിൽ ചെയ്യുന്ന ഒരു രീതിയാണ് അവർ ഫോളോ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഹൈ ക്വാളിറ്റി ഫയലായിട്ട് കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് PDF തന്നെയായിട്ട് കൊടുക്കുക. PDF ആകുമ്പോൾ അവർക്ക് വേണമെങ്കിൽ പ്രിൻറ്റ് ചെയ്യാം എന്നുണ്ടെങ്കിൽ പ്രിൻറ്റ് ചെയ്യാം. അപ്പോൾ PDF ആണെങ്കിൽ പ്രിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഹൈ ക്വാളിറ്റി മൾട്ടി പേജ് ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞിട്ട് നല്ല ക്വാളിറ്റി ഉള്ള രീതിയിൽ പ്രിൻറ്റ് ചെയ്യാനും സാധിക്കും. ദെൻ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. യാതൊരു പേയ്മെൻറ്റും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് canva.com യൂസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഹൈ ക്വാളിറ്റി ഇമേജസ് ഇതുപോലെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇതിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യാം. അല്ലെങ്കിൽ ക്ലയൻറ്റ് തരുന്ന ഇമേജ് ഇവിടെ നിന്നിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. എന്ത് എഡിറ്റിംഗ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ചെയ്യാം. ഇപ്പോൾ ടെക്സ്റ്റിൻ്റെ കളറോ മറ്റോ ചേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ ഫോണ്ടെല്ലാം ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്ത് അതെല്ലാം മാറ്റാൻ സാധിക്കും. ഇപ്പോൾ യെല്ലോയിഷ് കളർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ യെല്ലോ സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പോൾ ഇതിൽ ഓൾറെഡി ഡീഫോൾട്ടായിട്ട് വരുന്നത് ഇത് ബേസ് ചെയ്തിട്ടുള്ള ഫോണ്ടുകൾ തന്നെയായിരിക്കും. അപ്പോൾ ഫോണ്ട് മാക്സിമം നമ്മൾ മാറ്റാതിരിക്കുന്നതാണ് നല്ലത്. ഓക്കെ, നമ്മളുടെ ഫയൽ അപ്പോൾ PDF ആയിട്ട് സേവ് ആയി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം വളരെ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഈ ഒരു ഫയൽ നമുക്ക് ക്ലയൻറ്റിന് അയച്ചു കൊടുക്കാനും സാധിക്കും. ഓക്കെ, അപ്പോൾ ഏകദേശം $5-10 നിങ്ങൾ ചാർജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്നുണ്ടെങ്കിൽ canva.com മാത്രം യൂസ് ചെയ്താൽ മതി. അപ്പോൾ $10 ചാർജ് ചെയ്യുകയാണെങ്കിൽ ഫൈവറിൻ്റെ കമ്മീഷൻ എല്ലാം കഴിഞ്ഞ് നമുക്ക് ഏകദേശം ഒരു $8 കിട്ടും. അതായത് 550 രൂപയിൽ മേലെ നമുക്ക് ഈ ഒരു 5 മിനിറ്റ് വർക്കിലൂടെ നേടാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനിയിപ്പോൾ കുറച്ചുകൂടി ഹൈ ക്വാളിറ്റി വർക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഫോട്ടോഷോപ്പൊക്കെ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ ഒരു 3-4 ടെംപ്ലേറ്റ്സ് ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. ആ ടെംപ്ലേറ്റ് മാത്രം വേണമെങ്കിൽ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്ലയൻറ്റിന് സബ്മിറ്റ് ചെയ്യാം. ഏകദേശം $15-20 വരെ നിങ്ങൾക്ക് ഇതിൽ ചാർജ് ചെയ്യാനും സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ 3 ടെംപ്ലേറ്റ്സ് ഇതുപോലെ തരുന്നുണ്ട്. ഇതെല്ലാം ഹൈ ക്വാളിറ്റി ടെംപ്ലേറ്റ്സ് തന്നെയാണ്. മറ്റേതിലും കുറച്ചുകൂടി ക്വാളിറ്റി കൂടുതലായിരിക്കും ഇതെല്ലാം. അപ്പോൾ ഈ ടെംപ്ലേറ്റ്സൊക്കെ നിങ്ങൾക്ക് $15-20 വേണമെങ്കിൽ വിൽപ്പന നടത്താൻ സാധിക്കും. ഇത് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളാണ്. ഫോട്ടോഷോപ്പിൽ ഇതുപോലെ ഓപ്പൺ ചെയ്തെടുക്കുക. നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഇപ്പോൾ ഫോണ്ട് നമ്മുടെ സിസ്റ്റത്തിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിൽ ഇതുപോലെ എറർ കാണിക്കും. നിങ്ങൾക്ക് ഇവിടെ കാണാം എറർ കാണിക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ആ ഫോണ്ടിൻ്റെ പേരും മറ്റു കാര്യങ്ങളും വരും. ഇപ്പോൾ ക്ലയൻറ്റ് തരുന്ന ഡീറ്റെയിൽസ് ഇവിടെ നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈ ഫോണ്ട് ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ എറർ കാണിക്കും. berkshire/regular. അപ്പോൾ ഈ ഒരു നെയിം നമ്മൾ ഗൂഗിളിൽ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഫോണ്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാം ഫ്രീ ആയിട്ട് ആ ഫോണ്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഫോണ്ട് സ്ക്വിരൽ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അത് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കുക നമ്മുടെ സിസ്റ്റത്തിലേക്ക്. അപ്പോൾ മൊബൈലിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഈ കാര്യം ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇത് ഫോട്ടോഷോപ്പാണ്. ഫോട്ടോഷോപ്പ് ലാപ്ടോപ്പൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. നമ്മുടെ ഫോണ്ട് ഇപ്പോൾ ഇൻസ്റ്റാൾഡ് ആയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഇപ്പോൾ യാതൊരു എററും ഇതിൽ കാണിക്കാൻ സാധ്യതയില്ല. കാരണം ഫോണ്ട് നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്തത് കാരണം. ഓക്കെ, ഇനി ക്ലയൻറ്റ് തരുന്ന ഡീറ്റെയിൽസ് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇതുപോലുള്ള ഗ്രീറ്റിംഗ് കാർഡ്സിൽ കൂടുതലും ഇമേജസ് ഒന്നും തരാനുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ അവരെന്തെങ്കിലും ലോഗോ ഇതിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളതുപോലെ ഓപ്പൺ ചെയ്തെടുക്കുക ലോഗോ. ഇപ്പോൾ ഞാൻ ഈ സജിൽസ് ടെക് സെൻറ്ററിൻ്റെ ലോഗോ തന്നെ വേണമെങ്കിൽ ഇവിടെ ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് കാണിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാം ആ ലോഗോ വന്നിരിക്കുന്നത്. ഇതിൻ്റെ താഴെയുള്ള ഈ ടെക്സ്റ്റും മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ നിന്നിട്ട് റിമൂവ് ചെയ്യാം. ഓക്കെ, അതുപോലെ ലോഗോ എടുക്കുക, Ctrl+T അടിച്ച് റീസൈസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ക്ലയൻറ്റ് എന്തെങ്കിലും ലോഗോ തന്നിട്ടുണ്ടെങ്കിൽ ഏകദേശം ഇതുപോലെ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ഇനി മറ്റൊരു ടെംപ്ലേറ്റ് കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ടെംപ്ലേറ്റിൻ്റെയൊക്കെ ഡൗൺലോഡബിൾ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഇതും സെയിം പ്രോസസ്സ് തന്നെയാണ്. എന്തെങ്കിലും ലോഗോ തന്നിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും പൊസിഷനിൽ ഇതുപോലെ ആഡ് ചെയ്ത് എടുക്കുക. അതുപോലെ ടെക്സ്റ്റ് ഒന്നും ആവശ്യമില്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ടെക്സ്റ്റ് ലെയർ സെലക്ട് ചെയ്യുക, ഹൈഡ് ചെയ്ത് വെക്കുക. ഇവിടെ എവിടെയെങ്കിലും ഒരു ലോഗോ കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ മെറി ക്രിസ്മസ് എന്ന് പറയുന്നത് താഴത്തേക്കാക്കിയിട്ട് ഈ ഒരു പൊസിഷനിൽ വേണമെങ്കിൽ ലോഗോ ആഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മളുടെ ഇഷ്ടാനുസരണം ഇതെല്ലാം ചേഞ്ച് ചെയ്ത് ജസ്റ്റ് ഫയലിൽ പോയി സേവ് ആസ് കൊടുക്കുക. PSD ഫയലോ അല്ലെങ്കിൽ PNG ഫയലായിട്ട് സേവ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതെല്ലാം പ്രിൻറ്റ് ക്വാളിറ്റിയാണ്. നിങ്ങൾക്ക് ഇവിടെ ഇമേജിൽ മോഡ് എടുത്തു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. CMYK കളറായിട്ടാണ് വരുന്നത്. അതായത് പ്രിൻറ്റ് ക്വാളിറ്റിയാണ് ഇതെല്ലാം. വേണമെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഓൺലൈൻ പേർപ്പസിനാണെങ്കിൽ RGB കളറായിട്ട് സേവ് ചെയ്യാം. എന്നിട്ട് വേണമെങ്കിൽ സേവ് ആസ് കൊടുത്ത് PNG ആയിട്ട് വീണ്ടും സേവ് ചെയ്ത് വെക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഫോട്ടോഷോപ്പ് അറിയാവുന്ന ആളുകൾ മാത്രം ഇത് ചെയ്താൽ മതി. അല്ലാത്ത ആളുകൾക്കും ലാപ്ടോപ്പൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാം. കാരണം
കോപ്പി പേസ്റ്റ് ജോബാണ്. അവർ തരുന്ന ഡീറ്റെയിൽ എല്ലാം ഞാൻ കാണിച്ചു തരുന്ന പോലെ തന്നെ ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്താൽ മാത്രം മതി. മറ്റൊരു ടെംപ്ലേറ്റ് കൂടി ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. കുറച്ച് വലിയ ടെംപ്ലേറ്റ് ആണത്. ഇതിലും സെയിം പ്രോസസ്സ് തന്നെയാണ് അവർ തരുന്ന. അപ്പോൾ ഇതുപോലുള്ള സെയിം ഈ കാർഡുകളെല്ലാം തന്നെ നിങ്ങൾക്കിപ്പോൾ ന്യൂ ഇയറിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ ഗിഗ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഐ വിൽ ക്രിയേറ്റ് എ സ്റ്റണ്ണിങ് ക്രിസ്മസ് അല്ലെങ്കിൽ ഒരു സ്ലാഷ് ഇട്ടിട്ട് ന്യൂ ഇയർ കാർഡ് ഫോർ യു എന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു ടൈറ്റിൽ കൊടുത്തിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ക്രിസ്മസ് കഴിഞ്ഞാലും ന്യൂ ഇയറിന് പേർപ്പസിന് വേണ്ടിയിട്ടും അവരിതുപോലുള്ള കാർഡുകൾ ഓർഡർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കാർഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഗിഗ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതിൻ്റെ ബാക്കിയുള്ള ഓപ്ഷൻസൊക്കെ ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കാം. ഇപ്പോൾ ഗിഗ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എടുക്കേണ്ടത് ഏതെങ്കിലും ഒരു കറൻ്റ്ലി ഉള്ള സെല്ലറിൻ്റെ ഗിഗ് ഓപ്പൺ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതെല്ലാം ഇപ്പോൾ വന്ന ഓർഡേഴ്സാണ് ഇദ്ദേഹത്തിന്. ഇപ്പോൾ ക്രിസ്മസ് പ്രമാണിച്ച് വന്നിട്ടുള്ള ഓർഡേഴ്സൊക്കെയാണ്. 4 ഓർഡർ ക്യൂ ഉണ്ട്. അപ്പോൾ ഏകദേശം ഏതെങ്കിലും ഒരു സെല്ലറിൻ്റെ അക്കൗണ്ട് എടുത്ത് നോക്കിയിട്ട് അതുപോലെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്തത് ഒരിക്കലും നിങ്ങളുടെ അക്കൗണ്ട് ബ്ലോക്ക് ആവും. വായിച്ച് നോക്കിയിട്ട് അതേ രീതിയിൽ ഒരു ഗിഗ് ക്രിയേറ്റ് ചെയ്തിടുക. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഒരുപാട് ഞാനിപ്പോൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഗിഗ് ക്രിയേഷനും മറ്റു കാര്യങ്ങളൊക്കെ കുറിച്ച്. അത് കാരണമാണ് ഞാനിപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടൊന്നും കാണിക്കാത്തത്. ക്രിയേറ്റ് എ ഗിഗ് എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഒരു ഗിഗ് ക്രിയേറ്റ് ചെയ്യുക. ഏകദേശം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ടൈറ്റിലായിരിക്കണം നിങ്ങൾ കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾ കൊടുക്കേണ്ട കാറ്റഗറി എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ ഗ്രാഫിക്സ് ആൻഡ് ഡിസൈൻ, ഇൻവിറ്റേഷൻ ഡിസൈൻ എന്ന് കൊടുക്കുക. അതുമല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ, ഗ്രീറ്റിംഗ് കാർഡ്സ് ആൻഡ് വീഡിയോസ് എന്ന് പറയുന്ന ഓപ്ഷൻ വേണമെങ്കിൽ കൊടുക്കാം. കാറ്റഗറി ഒന്ന് സെലക്ട് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ സബ് കാറ്റഗറിയും ഇത് തന്നെ കൊടുത്താലും മതി, യാതൊരു പ്രോബ്ലവും ഇല്ല. മെയിൻ ഡിസ്ക്രിപ്ഷൻ ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. പ്രൈസും മറ്റു കാര്യങ്ങളെല്ലാം ഫിക്സ് ചെയ്യുക. പിന്നീട് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ടാഗ് ലൈനാണ്. ടാഗ് ലൈൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു അവസരത്തിൽ. കാരണം ഏറ്റവും കൂടുതൽ ആളുകൾ സെർച്ച് ചെയ്യുന്ന ടാഗ് ലൈൻ ഏകദേശം ഇതുപോലെ ആയിരിക്കും. ക്രിസ്മസ് കാർഡ്, ക്രിസ്മസ്, ന്യൂ ഇയർ കാർഡ്, പോസ്റ്റർ എന്ന് പറയുന്ന ടാഗ് ലൈൻ ആയിരിക്കും അവർ കൊടുക്കുന്നത്. അപ്പോൾ ഗിഗ് ക്രിയേറ്റ് ചെയ്യേണ്ട കംപ്ലീറ്റ് വീഡിയോയുടെ ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. ആദ്യമായിട്ട് കാണുന്ന ആളുകൾ ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഗിഗ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യും എന്നുള്ളതിനെ കുറിച്ച്. അതുപോലെ തന്നെ റിക്വയർമെൻറ്റ് സെക്ഷനിൽ നമ്മൾ കൊടുക്കേണ്ടത് പ്ലീസ് പ്രൊവൈഡ് യുവർ ടെക്സ്റ്റ്, ഇമേജ് ഓർ ലോഗോ ഫോർ ക്രിയേറ്റിംഗ് ദിസ് ക്രിസ്മസ് കാർഡ് എന്ന് കൊടുക്കുക. ഇപ്പോൾ ചില ആളുകൾക്ക് ലോഗോ ഒന്നും ഇല്ലെങ്കിൽ അവർ ടെക്സ്റ്റ് മാത്രം തരും. അല്ലെങ്കിൽ ഇപ്പോൾ ഇമേജ് ഒന്നും ആഡ് ചെയ്യേണ്ട എന്നുണ്ടെങ്കിലും അവർ ടെക്സ്റ്റ് മാത്രമായിരിക്കും തരുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഓർ ചേർത്ത് കൊടുക്കുക. ഇമേജ് ഓർ ലോഗോ ഓർ ടെക്സ്റ്റ് എന്നുള്ള രീതിയിലായിരിക്കണം കൊടുക്കേണ്ടത്. അപ്പോൾ ഏതെങ്കിലും ഒരു ടെക്സ്റ്റോ അല്ലെങ്കിൽ ഇമേജോ ആയിരിക്കും അവർ സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ റിക്വയർമെൻറ്റ് സെക്ഷൻ തീർച്ചയായിട്ടും കൊടുക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ ഗിഗ് ഇമേജ് നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത് നല്ലത്, ഗൂഗിളിൽ നിന്ന് എടുക്കാതിരിക്കുന്നത് നല്ലത്. അതുമല്ലെങ്കിൽ പിക്സാബേയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇത് റിലേറ്റഡ് ആയിട്ട് ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ട് കുറേ ഇമേജസ് കിട്ടും. 2-3 ഇമേജൊക്കെ ഒന്ന് കമ്പയർ ചെയ്തിട്ട് ഒരു നല്ലൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാത്തിൻ്റെ ഐഡിയ ഇവിടെ നിന്ന് തന്നെ കിട്ടും. അതുമല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ canva.com പോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു ഇമേജ് ഇതുപോലെ നിങ്ങൾ ചെയ്തെടുക്കുക. ചെയ്തെടുത്തതിന് ശേഷം ഇവിടെ വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യാം, യാതൊരു പ്രോബ്ലം വരില്ല. നിങ്ങൾക്ക് ഇവിടെ കാണാം സിമിലർ ആയിട്ടുള്ള ഇമേജസ് ഒരുപാടുണ്ട്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഇമേജ് എടുക്കുക, എഡിറ്റ് ചെയ്തതിന് ശേഷം ഇതിൽ ഗിഗ് ഇമേജ് ആയിട്ട് അപ്ലോഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്രിസ്മസ് ന്യൂ ഇയർ അവസരത്തിൽ ഫൈവറിൽ നിന്ന് ഏർണിങ്സ് ലഭിക്കാൻ ചെയ്യേണ്ടത്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഈ ഗിഗ് ക്രിയേറ്റ് ചെയ്യണം. കാരണം ക്രിസ്മസ് ആകാൻ തന്നെ കുറച്ച് ദിവസമുള്ളൂ, അതുപോലെ തന്നെ ന്യൂ ഇയർ ആകാനും കുറച്ച് ദിവസമുള്ളൂ. ഈ ഒരു സമയം തന്നെ മാക്സിമം നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുക ഗിഗും. അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാക്സിമം ഈ ഒരു സമയം തന്നെ പ്രൊമോട്ട് ചെയ്യാൻ നല്ല വർക്ക് നിങ്ങൾക്ക് എന്തായാലും കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സാധാരണ രീതിയിൽ ഞാൻ ചെയ്യുന്ന ട്രിക്ക് തന്നെയാണ്. ഈ ഒരു സമയം മാത്രമാണ് ഞാൻ ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള ഗിഗുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അത് തന്നെ ഫോളോ ചെയ്യുക, അത്യാവശ്യം നല്ല വർക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സായി ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ കൂടി ചെയ്യുക. എന്നാൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ, നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. സോ ഇനിയും പുതിയ വീഡിയോസും ട്രിക്സും അപ്ഡേറ്റ്സും എന്നെ വരുന്നതാണ്. താങ്ക് യു സോ മച്ച്.